എൻ്റെ പേര് അനീഷ് ജോസ്. എൻ്റെ വീട് ഇടുക്കി ജില്ലയിലാണ്. കാഞ്ഞിരപ്പള്ളി രൂപത നെറ്റിത്തോട് ഇടവകയാണ്. ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത് 2018 അതിനുശേഷം 2019 എൻ്റെ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ ഒരു ഷെഫാണ്. 2008 തൊട്ട് 2018 വരെ ഞാൻ ഗൾഫിലായിരുന്നു. അത് 2018 തിരിച്ചു വന്നത്. നാട്ടിലൊരു മൂന്നാറൊരു ഹോട്ടലിൽ ഷെഫായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ 19 ആയപ്പോഴത്തേക്കും കൊറോണ വന്നു. ഹോട്ടലിലെ ജോലിയെല്ലാം നഷ്ടപ്പെട്ടു. ആകപ്പാടെ സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധിയായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2019 ജനുവരി മാസത്തിൽ വൈഫ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ഉടമ്പടി പ്രാർത്ഥനയൊക്കെ ചെല്ലാറുണ്ടായിരുന്നു വൈഫിൻ്റെ കൂടെ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് കൊറോണയുടെ ഫസ്റ്റ് വേവ് കഴിഞ്ഞപ്പോൾ ഒമാനിലൊരു ഗസ്റ്റ് ഹൗസിലോട്ടൊരു ഷെഫിൻ്റെ വേക്കൻസി ഉണ്ടെന്നൊരു ഇത് വന്നു. ഒരു ഇൻഫർമേഷൻ കിട്ടി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ വിസിറ്റിംഗ് വിസ കയറി പോകാനും ഞാൻ അവിടെ എത്തിച്ചേരാൻ ജോയിൻ ചെയ്യാനും പറ്റി. അവിടെ ഞാൻ ചെന്ന് 3-ാം ദിവസം പിന്നെ ഫ്ലൈറ്റെല്ലാം ക്ലോസായി. അതെൻ്റെ ജീവിതത്തെ സംബന്ധിച്ചോളം വലിയൊരു അത്ഭുതമായിരുന്നു. അങ്ങനെ 2 വർഷം ഞാനവിടെ ജോലി ചെയ്തു. ആ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ ഞങ്ങളുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന നിരവധി പേര് കൊറോണ പിടിച്ച് മരിച്ചു. അപ്പം ആകപ്പാടെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ജീവിതം വന്ന് പൊയ്ക്കൊണ്ടിരുന്നത്. വീട്ടിലും എല്ലാവർക്കും പേടി, തിരിച്ച് നാട്ടിൽ ചെല്ലുമോ എന്നുള്ളൊരു പേടി. അങ്ങനെ ആ സമയത്ത് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിരുന്നു. വീട്ടിൽ എല്ലാവരും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ചെറുപ്പത്തിൽ അൽത്താരപാലനൊക്കെ ആയിരുന്നു. പിന്നെ ഇച്ചിരിയുടെ ജോലിക്കൊക്കെ പോകുന്നവരെ പിന്നെ പള്ളിയിലും പോകാറില്ല, സംസാരിക്കാറുമില്ല. അങ്ങനെ ഒരു സ്വഭാവത്തിലോട്ട് ഞാൻ മാറിപ്പോയി. പക്ഷേ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാനെന്നും ഇടയ്ക്കൊക്കെ ഓൺലൈനിൽ കുർബാന കൂടുകയും അങ്ങനെയുള്ള വിശ്വാസ ജീവിതത്തെ എനിക്ക് നവീകരിക്കാൻ പറ്റി. അങ്ങനെ 2022 അത് കഴിഞ്ഞ വർഷം നവംബറിൽ ഞാൻ തിരിച്ച് ഒമാനിൽ നിന്ന് വന്നു. അതിനിടയ്ക്ക് എനിക്ക് UK പോകാനൊരു ആഗ്രഹം തോന്നി. കാരണം എൻ്റെ കൂടെ ജോലി ചെയ്ത പലരും UK ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ അവരൊക്കെ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചോളം ഞാൻ പ്രീ ഡിഗ്രി പകുതി കൊണ്ട് നിർത്തിയൊരു മനുഷ്യനാണ്. അക്കാഡമിക്കായിട്ട് യാതൊരു ക്വാളിഫിക്കേഷനും ഇല്ലാത്ത ഒരാളാണ്. അപ്പോൾ നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ 2023 ഫെബ്രുവരി മാസത്തിൽ ഇവിടെ വന്ന് വൈഫിൻ്റെ പേരിലുള്ള ഉടമ്പടി പുതുക്കുകയും ഇവിടെ ക്രമമായിട്ട് അതിൻ്റെ ചിട്ടകളൊക്കെ പാലിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കുമ്പം IELTS എഴുതാം എന്നൊരു കോൺഫിഡൻറ്റ് എനിക്ക് കിട്ടി. IELTS ഡേറ്റ് എടുത്തത് 2023 മെയ് 11 ഡേറ്റ് എടുത്തതിന് ശേഷം അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ വെഞ്ചരിച്ച കാശ് രൂപം തരികയും ചെയ്തു. എനിക്ക് IELTS 4 മൊഡ്യൂൾസിൽ ഏറ്റവും പാട് റൈറ്റിംഗ് ആയിരുന്നു. SLC പരീക്ഷയ്ക്ക് പോലും എസ്സേ എഴുതാൻ അറിയാമായിരുന്നു ഞാൻ. അച്ഛൻ ആ കാശ് രൂപം തന്നതിന് ശേഷം ഏത് വിഷയത്തെപ്പറ്റി ചോദിച്ചാലും, അത് വലിയ ഓക്സ്ഫോർഡ് ഇംഗ്ലീഷിലെ ലാംഗ്വേജൊന്നുമല്ല, അത്യാവശ്യം ഉള്ള ഒരു ചെറിയ വാക്കുകൾ വെച്ചൊരു ഏത് വിഷയത്തെപ്പറ്റി ഒരു എസ്സേ എഴുതാൻ എനിക്ക് കോൺഫിഡൻറ്റ് കിട്ടി. അത് എഴുതുകയും ചെയ്തു. സമയബന്ധിതമായി എഴുതി തീർക്കാനുള്ളൊരു ആത്മവിശ്വാസം കിട്ടി. അത് ട്രൈ ചെയ്തപ്പോൾ അത് പൂർത്തീകരിക്കുകയും ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനിവിടെ എക്സാം എഴുതി, എക്സാം പാസ്സായി. അതിന് 4 മാർക്ക് മതി. ഷെഫിനെ സംബന്ധിച്ചുള്ള 4 മാർക്ക് മതി. സ്പീക്കിങ്ങിനൊക്കെ എന്നെ സംബന്ധിച്ചുള്ള ഒരു 6 മാർക്ക് എനിക്ക് കിട്ടി. അതെന്നെ സംബന്ധിച്ചോളം വലിയൊരു അച്ചീവ്മെൻ്റ്, ഒരു അനുഗ്രഹമായിട്ട് അതാണ് ഞാൻ കരുതുന്നത്. കാരണം എൻ്റെ മെറിറ്റ് അല്ല അതിനകത്ത് സംഭവിച്ചു, മാതാവിൻ്റെ ബ്ലെസ്സിങ് ആണ്, അല്ലെ ഗ്രേസാണ് അതിനകത്ത് അവിടെ കിട്ടിയത്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഒരു വൈഫിൻ്റെ പേരിലുള്ള ഉടമ്പടി പുതുക്കുകയും ഓരോ ജോലിയുടെ നിരവധിയായ വേക്കൻസി വരികയും ചെയ്തു. ചാൻസസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷേ വൈഫ് ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ മാതാവിൻ്റെ ഒരു രൂപം ഇരിപ്പുണ്ടായിരുന്നു, ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്. അത് അയർലൻഡിൽ നോക്ക് എന്ന സ്ഥലത്ത് മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു സ്ഥലം. അപ്പം നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി എന്നവൾ എന്നോട് പറഞ്ഞു. അപ്പം അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്പോൾ ആയിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു 20 വർഷം മുമ്പ് എന്നെ പഠിപ്പിച്ച ഒരു സാറ്, പുള്ളി നോർത്തേൺ അയർലൻഡിലുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി ഒരു സുപ്രഭാതത്തിൽ പുള്ളിയുടെ ഒരു ഫ്രണ്ട് വഴി എന്നെ കോൺടാക്റ്റ് ചെയ്തു. ഒരു 10-18 വർഷമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഇവിടെ വേക്കൻസി ഉണ്ട്, ഇവിടെ ഒരു ഏജൻസിയുടെ നമ്പർ തന്നു. അങ്ങനെ ആ ഏജൻസി വഴി ഞാൻ ശ്രമിച്ചു. അപ്പോൾ അവരുമായിട്ടുള്ള പ്രോസസ്സിംഗ് എല്ലാം തുടങ്ങി. പക്ഷേ ഒന്നും അങ്ങോട്ട് അടുക്കുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ എൻ്റെ മമ്മി പെങ്ങടെ അടുത്ത്, അതായത് ഓസ്ട്രേലിയയിലേക്ക് പോയി.
അപ്പം വൈഫിന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു. അപ്പോൾ ഞാൻ അപ്പം അവിടെ ഉടമ്പടി മുടങ്ങി. അപ്പം ഞാൻ വന്ന് ഉടമ്പടി എടുത്തു, എൻ്റെ പേരിലോട്ട് എടുക്കുകയും പ്രാർത്ഥിക്കുകയും എല്ലാം നേരിട്ട് വന്ന് ചെയ്യുകയും ചെയ്തു. എന്നിട്ടും ഞങ്ങൾക്കൊരു ഇടയ്ക്ക് ഞാനൊന്ന് ഡെസ്പാകുമ്പോൾ പുള്ളിക്കാരത്തെ സപ്പോർട്ട് ചെയ്യും, അവിടെ നിന്ന് ഡെസ്പാകും തിരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ മാസം ജപമാല റാലിയിൽ ഞാൻ ഒന്ന് പങ്കെടുത്തായിരുന്നു. അത് എന്നെ സംബന്ധിച്ചോളം വലിയൊരു അനുഗ്രഹമായി. ഇവിടെ നിന്ന് ചെന്ന് ജപമാല റാലി പങ്കെടുത്ത് വീട്ടിൽ ചെന്ന് 2 ദിവസം കഴിഞ്ഞപ്പം എനിക്കൊരു കോള് വന്നു, നാളെ ഇൻ്റർവ്യൂ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട്. ആ ഇൻ്റർവ്യൂ എനിക്ക് അറ്റൻഡ് ചെയ്യാനും പറ്റി. അതിനകത്ത് നല്ലപോലെ പെർഫോം ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതിനകത്ത് എനിക്ക് സെലക്ഷൻ കിട്ടി. ഇപ്പം പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എൻ്റെ പേപ്പർ വർക്ക്സ് എല്ലാം കഴിഞ്ഞു. അതുപോലെ തന്നെ ഇന്ന് രാവിലെ വിസ അടിച്ച് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കൈ കിട്ടി. ഇപ്പം 5-ാം തീയതി രാവിലെ എനിക്ക് പോകണം, ബാംഗ്ലൂരിൽ നിന്നാണ് ഫ്ലൈറ്റ്. അപ്പം അതിന് മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഒരു കാര്യം പറയാം, ഞാൻ ഒരുപാട് കൃപാസനത്തെ ട്രോൾ ചെയ്യൊരു മനുഷ്യനാണ്, ഒരുപാട് കളിയാക്കിയിട്ടുണ്ട് എൻ്റെ ആദ്യകാലത്തൊക്കെ. എനിക്ക് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്. അതുപോലെ അതിനെല്ലാം എനിക്കൊരു ഉത്തരം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ, എൻ്റെ ഉത്തരം കിട്ടിയത് ചെറിയ ചെറിയ അനുഭവങ്ങളിൽ കൂടി എനിക്ക് അതിനകത്തൊരു വിശ്വാസം വന്നു. പിന്നെ ഞാനത് ഓരോരുത്തരുടെ സാക്ഷ്യം കേൾക്കുമ്പോഴാണ് എനിക്ക് വിശ്വാസം വന്നത്. എൻ്റെ കൂട്ടുകാരൻ്റെ സഹോദരി ആളുടെ OETയുടെ എക്സാമിന് റിവാലുവേഷന് കൊടുത്തത്, ആ ഒരു ഒറ്റ സാക്ഷ്യതയിലാണ് എനിക്ക് ഇവിടത്തെ പറ്റി ഒരു വിശ്വാസം വന്നത്. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഓരോരോ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ വന്നേ പിന്നെ. പക്ഷേ എൻ്റെ ജീവിതത്തിലും ഞാനിവിടെ ഉടമ്പടി എടുത്തപ്പോൾ ഒന്നാമത്തെ നിയോഗമായിട്ട് വെച്ചിരുന്ന അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരസാക്ഷിയായി എൻ്റെ കുടുംബത്തെ ഉയർത്തണമെന്നായിരുന്നു. അതിന് തക്കതായി മാതാവിൻ്റെ ഒരു അനുഭവം എനിക്ക് തന്നു. അതിന് മാതാവിന് നന്ദി പറയുന്നു. പിന്നെ പോകാൻ നേരത്ത് അവിടെ UK നോർത്തേൺ അയർലൻഡ് അവിടെ പോകാൻ എനിക്ക് പേടിയായിരുന്നുകൊണ്ട് ഒറ്റയ്ക്കൊക്കെ എങ്ങനെയാണ് പോകുന്നത് കൊണ്ടിരുന്നപ്പം 4 പേര് എൻ്റെ ഏജൻസിയിൽ നിന്ന് വിളിച്ച് പറഞ്ഞു, അനീഷ് ഒറ്റയ്ക്കല്ല പോകുന്നത്, 4 പേരുണ്ട്. അപ്പോൾ 4 പേരുടെ എനിക്ക് കോൺടാക്ട് നമ്പർ കിട്ടി. അപ്പോൾ ആ കോൺടാക്ട് നമ്പർ കിട്ടിയപ്പം അവരിൽ ഒരാളെന്നോട് പറഞ്ഞു, അവരും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇവിടെ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തതും സെലക്ഷൻ കിട്ടിയതും എല്ലാം. അതൊരു വലിയൊരു അനുഭവമാണ്. കാരണം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്തോട്ട്, ഒരു നോർത്തേൺ അയർലൻഡ് എന്ന് പറയുമ്പോൾ ഒരു ഒറ്റപ്പെട്ട ഏരിയയാണ്. അത്ര എന്താ പറയുക, വികസനമുള്ള ഇതല്ല, മറ്റേ ലണ്ടൻ പോലെ സിറ്റിയുള്ളൊരു സിറ്റിയല്ല. അപ്പോൾ അവിടെ പോയി ഒറ്റയ്ക്ക്, അവിടെ കൂടെ ഒരാൾ, അതായത് നമ്മുടെ മാതാവ് നമ്മുടെ കൂട്ടത്തിലൊരു 4 പേരെ അയച്ചു, അല്ലെങ്കിൽ 3 പേരെ എൻ്റെ കൂടെ അയച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതിനകത്ത്. അതുപോലെ തന്നെ എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു സ്വഭാവം, ഞാനൊരു ഷെഫാണ്. ഹോട്ടലിൽ ഇന്നലെ റിസൈൻ ചെയ്യുമ്പം എക്സിക്യൂട്ടീവ് ഷെഫായിട്ടാണ് റിസൈൻ ചെയ്തത്. എൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു. സബോർഡിനേറ്റിനെയും കൂടെ ജോലി ചെയ്യുന്നവരെ എല്ലാവരുമായിട്ട് വിറപ്പിച്ച് ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു എൻ്റെ. അപ്പം എല്ലാവരോടും ക്ഷമിക്കാനും മറ്റുള്ളവരോട് തെറ്റ് ചെയ്താൽ ക്ഷമ ചോദിക്കാനുള്ള ഒരു സ്വഭാവ ഗുണം എനിക്ക് മാതാവ് തന്നു. കാരണം ഞാൻ കണ്ടമാന ആൾക്കാരെയൊക്കെ ഷൗട്ട് ചെയ്യുമായിരുന്നു. അവരൊക്കെ ഇന്നലെ എന്നെ കെട്ടിപ്പിടിച്ചാണ് വിട്ടത്. അത്രയ്ക്കും സ്നേഹത്തോടെ, അതായത് എന്താ പറയുക, അത്രയ്ക്കും സ്നേഹത്തോടെ യാത്രയയപ്പ് നൽകി. എൻ്റെ ലൈഫിൽ ഇത്രയും വലിയ നല്ലൊരു യാത്രയയപ്പ് കിട്ടിയിട്ടില്ലായിരുന്നു. അതിനും ഞാൻ മാതാവിന് നന്ദി പറയുന്നു. ഇനിയുള്ള ജീവിതത്തിലും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഞാൻ സ്ഥിരമായിട്ട് കേൾക്കുമായിരുന്നു. സാക്ഷ്യങ്ങൾ സ്ഥിരമായിട്ട് കേൾക്കുന്ന നല്ല സാക്ഷ്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു യൂട്യൂബിൽ, അത് വാട്സപ്പിലൊക്കെ കൂടെ ഓരോരുത്തർക്കും, അത് എല്ലാ വിശ്വാസപ്പെട്ട ആൾക്കാർക്ക് ഞാനിങ്ങനെ ഷെയർ ചെയ്യുമായിരുന്നു. അതിൻ്റെ പേരിൽ ഒത്തിരി പേര് എന്നെ കളിയാക്കിയിട്ടുണ്ട്. അതിനൊന്നും എനിക്ക് വിഷയമായിട്ടും അതത്ര സീരിയസ് ആയിട്ടും ഞാൻ എടുക്കുന്നില്ല. പക്ഷേ അതിൽ പലരും മാതാവ് എന്താണ്, ആരാണ് മാതാവ് എന്നൊക്കെ മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാനൊക്കെ എനിക്ക് ഒരു അവസരം കിട്ടി. അതുപോലെ ബൈബിൾ വായിക്കുന്നത്, ബൈബിളിൻ്റെ അതായത് ഉൽപ്പത്തി തൊട്ട് വായിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ജീവിതത്തിൽ ആലോചിച്ചുകൊണ്ടിരുന്ന പല കാര്യങ്ങൾക്കും ഉത്തരം അതിനകത്ത് നിന്ന് കിട്ടിയത്. പുറപ്പാട് ഭാഗം വന്നപ്പോഴാണ് ഇവിടെ കൃപാസനം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി. കൃപാസനത്തെപ്പറ്റി വ്യക്തമായിട്ട് അതിനകത്ത് വിശദീകരിച്ചിട്ടുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. പള്ളിയിൽ പോകുന്ന സ്വഭാവമില്ലായിരുന്നു. ഇപ്പം നേരത്തെ ഇടയ്ക്ക് പിന്നെ ഓൺലൈൻ കുർബാന കൂടുന്ന എളുപ്പത്തിന് ഓൺലൈനിൽ കൂടുക എന്നൊരു നീക്കുപോക്കെ ഉണ്ടായിരുന്നു. അതിപ്പം എല്ലാ ആഴ്ചയും മലപ്പുറത്താണ് ഇപ്പം പ്രസൻ്റിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് 8-9 കിലോമീറ്റർ വേണം ഒരു പള്ളിയിലോട്ട് പോകാൻ. അപ്പോൾ അതിന് ബുദ്ധിമുട്ട് സഹിച്ചും രാവിലെ പള്ളിയിൽ പോകാനൊരു മനസ്ഥിതി ഉണ്ടായി. അതുപോലെ കുമ്പസാരിക്കാൻ ആഴ്ചയായപ്പോൾ മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ, അല്ലെങ്കിൽ കുറഞ്ഞത് മാസത്തിൽ ഒന്നെങ്കിലും കുമ്പസാരിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. നേരത്തെ ആണ്ട് കുമ്പസാരം പോലില്ല നടന്നൊരു കാലം എനിക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറഞ്ഞല്ലോ, മറ്റുള്ളവരോട് ക്ഷമിക്കാനൊക്കെ ഉള്ളൊരു കഴിവ് എനിക്ക് കിട്ടി. അതിൻ്റെയൊക്കെ ഒരു അനുഗ്രഹമായിട്ട് എനിക്ക് കിട്ടിയത്, ഒരു ഷെഫിനെ സംബന്ധിച്ചോളം ഏറ്റവും വേണ്ടത് കൈപ്പുണ്യമാണ്. നമ്മൾ എന്നാ വൃത്തിയായിട്ടുണ്ടാക്കിയാലും അല്ലെ എന്നാ ചേരേണ്ട ചേനൊക്കെ നന്നായിട്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാലും അത് ചിലപ്പം ഫലിക്കണമെന്നില്ല. പക്ഷേ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങി പല അവസരങ്ങളിലും എനിക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നുണ്ട്.
അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. പിന്നെ ഈയിടെ കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഞാൻ എൻ്റെ ഒരു ഡിസിഷൻ ഞാൻ എടുത്തായിരുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരു US നിന്ന് ഒരു സഹോദരൻ സാക്ഷ്യം പറയുന്നത് കേട്ടായിരുന്നു, പുള്ളിക്ക് ജോലി കിട്ടിയപ്പോൾ ദശാംശം കൊടുക്കുന്നതിനെ പറ്റി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, എൻ്റെ കാര്യങ്ങളൊന്നും ഡിലേ ആയി ലാഗായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എന്താണ് ഒരു വഴിയെന്ന്. അന്ന് ഞാനൊരു ഡിസിഷൻ എടുത്തു, എനിക്ക് എത്ര വലിയ ശമ്പളം കിട്ടിയാലും അതിന് 10%, അതായത് ദശാംശം കൊടുത്തോളാം സാധുക്കൾക്ക്, അല്ലെങ്കിൽ അത് പ്രേക്ഷിത വേലയ്ക്കോ അല്ലെങ്കിൽ അത് മിഷണറി പ്രവർത്തനത്തിനോ ഒക്കെ ആയിട്ട് കൊടുത്തോക്കണം എന്നൊരു ഉറച്ച സ്റ്റാൻഡ് ഞാൻ എടുത്തു. അത് കഴിഞ്ഞ് ആണ് ഇവിടെ ജമാൽ റാലി വന്നത്. ജമാൽ റാലിക്ക് ഇവിടെ വന്നപ്പം തന്നെ പാതിരാത്രി 2 മണിയായപ്പോഴാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരാളുണ്ടായിരുന്നു. ആൾ ബസ്സേ വെച്ച് പരിചയപ്പെട്ടു. അങ്ങനെ ഞങ്ങളിവിടെ ചേർത്തല ഒരു മുറി എടുത്ത് താമസിച്ചു. അപ്പോൾ ഞങ്ങൾ ഒന്നിച്ചാണ് അന്ന് ഇവിടെ വന്നത്. എല്ലാ തരത്തിലും മാതാവിൻ്റെ ഒരാൾ എൻ്റെ കൂടെ ഒരു ഫീലിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് ഇവിടെ എടുത്തേ പിന്നെ ഇവിടെ വന്നേ പിന്നെ എനിക്ക് ഇത്ര മൈക്കിൽ കൂടെയൊക്കെ ഒത്തിരി പറയാനൊന്നും അറിയത്തില്ല. അപ്പം എൻ്റേതായിട്ടുള്ള സ്റ്റേജ് ഫിയറൻസ് ഉണ്ട്. അതെല്ലാം ഇത്രയൊക്കെ എനിക്കിങ്ങനെ പറയാനുള്ളൂ. പിന്നെ കൃപാസനം പത്രം ഞാൻ അവിടെ പള്ളിയിലൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്, പള്ളിയിലും അവിടെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ. പക്ഷേ മിക്കയിടത്തും അവിടെ മലപ്പുറത്താണെങ്കിൽ തന്നെ പള്ളിയിലൊക്കെ ചെല്ലുമ്പം ബണ്ടിൽ കണക്കിന് പേപ്പറാണ് അവിടെ ഇരിക്കുന്നത്. നമ്മളൊന്നും കൊണ്ട് വെച്ചാൽ അതുപോലെ പത്രം അവിടെ കൊണ്ട്. പക്ഷേ ഞാനൊരു പത്രം പോലും വേസ്റ്റായിട്ട് എടുത്തുകൊണ്ട്, അതായത് നമ്മൾ മുത്തുകൾ കൊണ്ട് പന്നിക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞ പോലെ ഞാനൊരു പത്രവും വേസ്റ്റാക്കി അല്ലാതെ അലമ്പാക്കി കളയാനായിട്ടൊരു സാഹചര്യത്തിൽ കൊണ്ടുവച്ചിട്ടില്ല. പരമാവധി അത് എത്തപ്പെടേണ്ട കാര്യങ്ങളിൽ തന്നെയാണ് എത്തിച്ചിട്ടുള്ളത്. അതുപോലെ ഞാൻ പിന്നെ സാധുക്കളെ സഹായിക്കാൻ എന്നിപ്പോൾ ഒരു പരിധിവരെ ഞാൻ ചെയ്യാറുണ്ട്. ഇപ്പം അതിന് തക്കതായിട്ടുള്ള വലിയൊരു വരുമാനം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ ഇപ്പം കഴിഞ്ഞ ഗൾഫിൽ ഞാനൊരു 10 വർഷം ജോലി ചെയ്തായിരുന്നു. അത് റോയൽ പാലസിലായിരുന്നു. ആ സമയത്ത് ഞാൻ ഒരുമാതിരിപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അവരുടെ ബോസിൻ്റെ കൂടെ ടൂർ പോകുമായിരുന്നു. പക്ഷേ അത് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്ത് ഞാൻ പോയിട്ടില്ല. കാരണം നമുക്ക് അവിടെയെല്ലാം ഈ ജർമ്മനിയും ഫ്രാൻസും ഒക്കെ സംസാരിക്കുന്നതെല്ലാം അവരുടേതായിട്ടുള്ള ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആകെപ്പാടെ തട്ടുമുട്ടി ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയുകയും ചെയ്യാം. അപ്പം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു രാജ്യത്ത് പോയി ജോലി ചെയ്യണമെന്നുള്ള, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ രാജ്യത്ത് ജോലി ചെയ്യണമെന്നുള്ളതിൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അത് എൻ്റെ ഒരു 10-15 വർഷമായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അതിപ്പം സാധിച്ചിരിക്കുകയാണ്. ഇന്ന് വിസയും ടിക്കറ്റ് ഇന്നാണ് കിട്ടിയത്. അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തിയുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. കാരുണ്യപ്രവർത്തികൾ പെട്ടെന്ന് ആൾക്കാർക്ക് സങ്കടപുറത്ത് അത് പെട്ടെന്ന് സെൻറ്റി അടിക്കുന്ന ഒരു ക്യാരക്ടറാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് പഴി കേട്ടിട്ടുണ്ട്. അതെനിക്കാലും അതിനി തുടരണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പിന്നെ വിട്ടുകൊടുക്കാനുള്ളൊരു മനസ്ഥിതി എനിക്ക് കിട്ടി. ഇപ്പം എനിക്ക് ഒരു സ്വഭാവമുണ്ട്, ഞാൻ വിചാരിച്ച് നടക്കണമെന്നുള്ളത്. ഞാൻ ചെയ്തതായാലും ശരി, ആര് ചെയ്താലും ശരി, ശരിയാണെന്ന് നോക്കാം. ഞാൻ ചെയ്യുന്നത് ശരിയെന്ന് തന്നെ ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്നൊട്ടും ഒരു മർക്കണമുഷ്ടി സ്വഭാവം എനിക്കുണ്ടായിരുന്നു. അതിപ്പോൾ അതൊക്കെ ഒത്തിരി എൻ്റെ മാറി. അത് ഒത്തിരി നല്ല കംപ്ലീറ്റ് തന്നെ വിട്ടുകൊടുക്കാനുള്ള ഒരു സ്വഭാവം എനിക്ക് കിട്ടി. അതൊക്കെ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഇവിടെ വന്ന് മാതാവിൻ്റെ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. നീ പോകുന്ന സമയത്തും മാതാവ് കൂടെ ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു.